അപ്കമിംഗ് ഫോൺസ്, അതായത് അടുത്ത മാസം വരാൻ പോകുന്ന ബെസ്റ്റ് ഫോണുകൾ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നിങ്ങളിപ്പോൾ ഒരു പുതിയ ഫോൺ എടുക്കാൻ പോകുമ്പോൾ തന്നെ അടുത്ത മാസം വരാൻ പോകുന്ന ഫോണുകളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ മാസം ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്നതിനേക്കാൾ ബെസ്റ്റ് ആണ് അടുത്ത മാസം വരാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്താൽ ഒരുപക്ഷെ കുറച്ച് നല്ല ഫോൺ കിട്ടിയേക്കാം. എന്തായാലും ഏതൊക്കെയാണ് അടുത്ത മാസം വരാൻ പോകുന്ന ഫോണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. സോ ആദ്യത്തെ ഫോൺ ഷവോമി റെഡ്മി നോട്ട് 12 സീരീസ് അടുത്ത മാസം ലോഞ്ച് ചെയ്യണം. അവസാന ഭാഗത്തോടു കൂടി, അതായത് നവംബർ അവസാന ഭാഗത്തോടു കൂടി നോട്ട് 12 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. 10,000 രൂപ നോട്ട് 12-ന്, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കൂടി ടോപ്പ് മോഡലിന് 27,000 രൂപ വരെ വില വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ എക്സ്പെക്റ്റഡ് പ്രൈസ് ആണ് പറയുന്നത്. സോ ഇതിനകത്ത് വേറൊന്നും പറയാനില്ല. 200 മെഗാപിക്സലിന്റെ ക്യാമറയും 210 വാട്ട് ചാർജിങ് ഒക്കെ ടോപ്പ് വേരിയന്റിൽ ഉണ്ടാവും. പിന്നെ താഴേക്ക് വരുമ്പോൾ 120 വാട്ട് ചാർജിങ്, അതേപോലെ തന്നെ പിന്നീട് താഴേക്ക് വരുമ്പോൾ 67 വാട്ട് ചാർജിങ്, അങ്ങനെ ചാർജിങ്ങിലും ക്യാമറയിലും ഒക്കെ കുറവുണ്ടായിരിക്കും. 1080 എന്ന് പറയുന്ന മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി പ്രോസസർ. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയപ്പെടുന്ന കാര്യങ്ങൾ. സംഗതി എന്തെങ്കിലും ആവട്ടെ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രൈസ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്പെക്കൊക്കെ മാറി മറിയോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ സീരീസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ടെക് ന്യൂസിൽ ഞാൻ പറഞ്ഞപ്പോൾ ചിലരൊക്കെ കമന്റ് ചെയ്തത് 200 മെഗാപിക്സലിന്റെ ക്യാമറയൊക്കെ കാണും വലിയ സംഭവമായിട്ട്. ഫസ്റ്റ് അപ്ഡേറ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു, പിന്നെ എല്ലാം കണക്കാ എന്നുള്ളൊരു അഭിപ്രായം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. റെഡ്മി നോട്ട് 12 സീരീസ് എന്തായാലും അടുത്ത മാസം അവസാനം ഇന്ത്യയിൽ എത്തുന്നുണ്ട്. ഇനി അടുത്തൊരു ഫോൺ OnePlusന്റെ നോഡ് 3 ഡയമൻസിറ്റി 8100 എന്ന് പറയുന്ന പ്രൊസസറും 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയും 150 വാട്ടിന്റെ ചാർജിങ്ങും 30,000 രൂപ റേഞ്ചിലുള്ള പ്രൈസ് ആണ് പറയപ്പെടുന്നത് നോഡ് 3 വരുമ്പോൾ. സോ ആ പ്രൈസിന് ആ ഫോൺ സ്പെക്ക് കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. വരട്ടെ, OnePlus ആണ് അടുത്ത മാസം അവസാനത്തിന് മുമ്പായിട്ടുണ്ടാവുമെന്നാണ് അറിയുന്നത് നോഡ് 3. ഇനി മറ്റൊരു നല്ല ഫോൺ വരുന്നതായിട്ട് കേട്ടത് മോട്ടോയുടെ ഒരു ഫോണാണ് എഡ്ജ് 30 നിയോ. ഇത് വരുമെന്ന് കുറച്ചു കാലം മുമ്പേ നമ്മൾ കേട്ടിരുന്നതാണ്. അത് അടുത്ത മാസമാണ് എത്തുന്നതെന്നാണ് അറിയുന്നത്. എഡ്ജ് 30 നിയോ സ്നാപ്ഡ്രാഗൺ 695 പ്രൊസസറും 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 68 വാട്ടിന്റെ ചാർജിങ്ങും 30,000 രൂപ റേഞ്ചിലെ പ്രൈസുമാണ്. സ്നാപ്ഡ്രാഗൺ 695 30,000 രൂപയ്ക്ക് ഈ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? മോട്ടോ ഈ അടുത്ത കാലത്ത് പ്രൈസിങ്ങൊക്കെ നല്ല അഗ്രീസീവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ബ്രാൻഡായിട്ട് നല്ല അടിപൊളി ഫോണുകളൊക്കെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു സ്പെക്കും ഈ ഒരു പ്രൈസ് റേഞ്ചും എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ചും കേൾക്കുമ്പോൾ അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. നോക്കാം, മോട്ടോ ഇറക്കുന്നുണ്ട് ഒരു ഫോൺ. അതൊരു നല്ല ഫോൺ ആയിരിക്കും. എന്തായാലും എക്സ്പീരിയൻസ് കുഴപ്പമുണ്ടാവില്ല. വില എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ. അത് വെറും ലീക്കാണ്, കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് അല്ല. അതുകൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം നന്നായിട്ടാണെന്നുള്ള കാര്യം. ഇനി അടുത്തത് റിയൽമിയുടെ നമ്പർ സീരീസ്. റിയൽമി 9 Pro Plus ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ബെസ്റ്റ് ഫോണുകളാണ് നമുക്കറിയാം. റിയൽമിയുടെ അടുത്ത ജനറേഷൻ നമ്പർ സീരീസ് റിയൽമി 10 സീരീസ് വരികയാണ്. 10 അതും ഈ പറഞ്ഞ പോലെ 14,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 25,000 ആ റേഞ്ച് വരെ വരും റിയൽമി 10 Pro Plusന്. റിയൽമി 10ൽ മീഡിയാടെക്കിന്റെ G99 എന്ന പ്രൊസസർ ആയിരിക്കും. പിന്നീട് റിയൽമി 10 5Gയും 10 Proയും 10 Pro Plusലേക്ക് വരുമ്പോൾ ഡയമൻസിറ്റി 1080 എന്ന് പറയുന്ന പ്രൊസസർ ആയിരിക്കും. സോ ഓവറോൾ ഈ റെഡ്മി നോട്ട് 12 സീരീസിന്റെ അതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് റിയൽമി 10ലും പറഞ്ഞു കേൾക്കുന്നത്. നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ള കാര്യം. പിന്നെ ഇതിനിടയ്ക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു ഫോൺ അടുത്ത മാസം വരാൻ പോകുന്നത് iQന്റെ Neo 7 ആണ്. ഈ ഫോണിനെ കുറിച്ച് ഞാൻ മുമ്പത്തെ ടെക് ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. iQ Neo 7 അടുത്ത മാസം ഒരു പകുതിയോടുകൂടി ഇവിടെ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയുന്നത്. അത്യാവശ്യം നല്ല ഫോണാണ്. ഡയമൻസിറ്റി 9000+ എന്ന പ്രൊസസറൊക്കെയുണ്ട്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ്, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 30,000 രൂപ റേഞ്ചിൽ. അങ്ങനെയാണ് അതിന്റെ പ്രൈസ്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അതായത് iQ Neo 6ന്റെ പ്രൈസിൽ തന്നെ ചിലപ്പോൾ ലേശം കൂടുതലായിരിക്കും, 30-33 ഒക്കെ എത്തുമായിരിക്കും. ആ റേഞ്ചിൽ തന്നെയാണ് Neo 7ന്റെയും പ്രൈസ് വരിക എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഡീലായിരിക്കും. പക്ഷെ മുമ്പൊക്കെ കേട്ടിരുന്നത് 40 രൂപ റേഞ്ചിൽ എത്തുമെന്നാണ്. സോ ഏതാണ് സത്യം എന്ന് അറിയാൻ വയ്യ. എന്തായാലും വരട്ടെ, അടുത്ത മാസം വരുന്നുണ്ട്. iQ ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ 30 രൂപ റേഞ്ചിൽ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ Neo 7 വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. പുതിയ ജനറേഷൻ ഫോണുകൾ തന്നെ എടുക്കാം. ഇനി അടുത്ത മാസം നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്നാപ്ഡ്രാഗന്റെ ടെക് സമ്മിറ്റ്. അതിനകത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രൊസസർ അവർ അവതരിപ്പിക്കും. പിന്നീട് അങ്ങോട്ട് അത് വെച്ചുകൊണ്ട് ഒരുപാട് ഫോണുകൾ ഞങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഇറക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ബ്രാൻഡുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ മോട്ടോയാണ് 8 Gen 2 വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഫോൺ ഇറക്കാൻ പോകുന്നതെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. കൂടെ റിയൽമി, ഓപ്പോ, വിവോ, സാംസങ് എല്ലാവരും ഉണ്ടാകും. സാംസങ് ഓൾറെഡി S23 ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന S23ൽ 8 Gen 2 വെച്ച് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. സോ ടോട്ടലി സ്നാപ്ഡ്രാഗൺ 8 Gen 2 അടുത്ത മാസമാണ് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, കൂടുതൽ എല്ലാ ചെറുകിട സംഭവങ്ങളും നിരത്തി പറയുന്നില്ല. ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. Xiaomi 12T ഇങ്ങനെ ഒരു ഫോൺ അടുത്ത മാസം വരുന്നുണ്ടെന്ന് അറിയുന്നു. അതേപോലെ തന്നെ 12 Lite NE ഇങ്ങനെ 2 കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം Xiaomi, പോക്കോ ഫോണുകളൊക്കെ ആൾക്കാർക്ക് ഇത്തിരി താല്പര്യം കുറഞ്ഞു തുടങ്ങി. കാരണം ഒരു അപ്ഡേറ്റ്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്ഡേറ്റ് വന്നു കഴിയുമ്പോഴേക്കും സ്വഭാവം മൊത്തത്തിൽ മാറുകയാണ് ഫോണുകളുടെ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും ഇപ്പോഴേക്കും ഞാൻ അറിഞ്ഞിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഫോണുകൾ ഇത്രയുമാണ്. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ വരും സമയങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.